ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനവുമായി നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുവാൻ, പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്ന ഈ വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ചില ദിവസങ്ങൾ പല നിലകളിൽ തിരക്കായതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ അയക്കാനായിട്ട് പറ്റിയില്ല. എന്നാൽ ഇന്ന് കർത്താവ് വീണ്ടും അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങളെ ഒരുക്കി നൽകി. കർത്താവിൻ്റെ കൃപയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷയും നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളും എന്നുള്ള ഒരു തലക്കെട്ടോടു കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പല ദിവസങ്ങൾ ഈ ക്ലാസ് നടക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പ്രധാനമായിട്ടൊരു ഹെഡിങ് കൊടുക്കാൻ ഇടയായത്. ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, രക്ഷയും വ്യത്യസ്ത അനുഭവങ്ങളും. രക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക. വീണ്ടും ജനിക്കുന്നതിനാണല്ലോ രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് തന്നെ പലർക്കും ഇന്നും അത്ര വ്യക്തതയില്ലാത്തൊരു കാര്യമാണ്. പലരും വീണ്ടും ജനനത്തെ ശരിയായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം വീണ്ടും ജനന അനുഭവം പലർക്കുമില്ല. ഇന്നത്തെ പല രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമെന്ന് പറയുന്ന ആ കൂട്ടങ്ങളിലുള്ള പലർക്കും ഈ വീണ്ടും ജനന അനുഭവം എന്താണെന്ന് ശരിക്കും അറിയില്ല. അങ്ങനെ ഒരു അനുഭവം പോലും ഉള്ളതായിട്ട് അവർക്കറിയില്ല. അത് വലിയൊരു വഞ്ചനയാണ്. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് സ്വർഗവുമായിട്ടോ ദൈവവുമായിട്ടോ ഒരു ബന്ധമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തതയുണ്ടായിരിക്കണം. ഞാൻ ഇതിനു മുൻപേ ഉള്ള ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടോ ഒരു ക്രിസ്തീയ പേരുള്ളതുകൊണ്ടോ പള്ളിയിൽ പോകുന്നത് കൊണ്ടോ അവിടെയുള്ള കർമാചാരങ്ങളിലെല്ലാം നമ്മൾ പങ്കെടുക്കുന്നത് കൊണ്ടോ നമ്മൾ വചനം വായിക്കുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഒന്നും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്നില്ല. വീണ്ടും ജനനം അത് നമ്മൾ ദൈവത്തിൻ്റെ സത്യസുവിശേഷം കേട്ട് ആ സുവിശേഷ കേൾവി നമ്മളെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നടത്തുകയും കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകരക്ഷകനെ ഉള്ളൂ എന്നുള്ള സത്യം പരിശുദ്ധാത്മാവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയും അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ അവിടുത്തെ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഈ സത്യസുവിശേഷം അത് തന്നെയാണല്ലോ നമ്മൾ 1 കൊരിന്ത്യർ 4:15 പൗലോസ് പറയുന്നുണ്ട്, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. അപ്പോൾ സുവിശേഷം കേട്ടാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. യഥാർത്ഥമാണ്. അതേ കാര്യം യാക്കോബ് അപ്പസ്തോലനും പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1:18 ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനത്താലാണ് വീണ്ടും ജനനം. അതേ കാര്യം പത്രോസിലെയായും വളരെ വ്യക്തമായിട്ട് 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കെടുന്ന വീയത്തല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനത്താൽ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് പാപബോധം നൽകുന്നു. ആ പാപബോധം ഉണ്ടാകുന്ന വ്യക്തി അനുദപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് തൻ്റെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തി. അതുകൊണ്ടല്ലേ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്നിട്ട് അതിൽ 13-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൽ നിന്നല്ല മനുഷ്യന്റെ ഇഷ്ടത്തിലല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചതെന്ന്. അതാണ് വീണ്ടും ജനനം. അപ്പോൾ ഈ വീണ്ടും ജനിക്കാൻ നമ്മൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? പാപക്ഷമ, നിത്യജീവൻ. നമുക്കറിയാം, നിത്യജീവൻ ഈ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കേണ്ട ഒരു കാര്യമാണ് നിത്യജീവൻ. അതുകൊണ്ട് 1 യോഹന്നാൻ 5:12 നമ്മൾ വായിക്കുന്നുണ്ട്,
പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനെ വിശ്വസിക്കാത്തവന് ജീവനില്ല. ഈ പുത്രനെ കൈക്കൊള്ളാത്തവന് ജീവനില്ല. പുത്രനുള്ളവർക്ക് മാത്രമേ ജീവനുള്ളൂ. അപ്പോൾ ഇന്ന് ആ പുത്രൻ എന്നിൽ ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. അങ്ങനെ പുത്രൻ നമ്മളിലേക്ക് ജീവനായി വന്ന് ഈ പുത്രനെ കൈക്കൊണ്ട ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനന അനുഭവം. അങ്ങനെ വരുമ്പോഴാണ് അങ്ങനെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അവന്റെ ജീവൻ എന്നുള്ളത് ക്രിസ്തുവായി മാറുകയാണ്. അതാണ് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന അനുഭവമാണെന്ന് കൊളോസ്യർ 3:3 നമ്മുടെ ജീവനായ ക്രിസ്തു എന്ന് കൊളോസ്യർ 3:4 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ ഞാൻ എല്ലായിടത്തും വായിക്കാത്തതോ പറയാൻ നിങ്ങൾക്കതെല്ലാം അറിയാം. അല്ല, ഞാൻ ഈ പറയുന്ന റെഫറൻസുകൾ നിങ്ങൾ ഒന്നുകൂടെ നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ക്രിസ്തു നമ്മുടെ ജീവനായി തീരണം. ഇന്ന് ക്രിസ്തു നമ്മുടെ ജീവനായി തീർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? വീണ്ടും ജനനത്തിലൂടെ. അപ്പോൾ നമുക്കറിയാം, എഫേസ്യർ 5-1 വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ എന്നാണ്. നിങ്ങൾ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ദൈവത്തെ അനുകരിക്കാൻ ആർക്ക് കഴിയും? ദൈവത്തെ അനുഗ്രഹിക്കാൻ ദൈവമക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ദൈവിക ജീവനുള്ളവർക്ക് മാത്രമേ പറ്റൂ. ദൈവത്തിൻ്റെ ജീവനില്ലാതെ നമുക്കൊരിക്കലും ദൈവത്തെ അനുകരിക്കാനായിട്ട് പറ്റിയല്ല. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ദൈവത്തെ അനുകരിക്കുന്നവനാണ്. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ വിളി പോലും. നമ്മൾ 1 പത്രോസ് 2:21 വായിക്കുന്നുണ്ട്, നിങ്ങളെ അതിനായിട്ടല്ലോ വിളിച്ചത്, അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ. നമ്മൾ ചിന്തിക്കണം. അവിടെ നമുക്കൊരു മാതൃക തന്നിട്ട് പോയിരിക്കുക. അവിടെ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, ഈ കഷ്ടം നമുക്കുണ്ടാകും എന്ന ആ വിളിയിൽ തന്നെ കർത്താവ് ബോധ്യപ്പെടുത്തിയിരിക്കുക. ആ വചനം നമുക്ക് വെളിപ്പെടുത്തുന്നിരിക്കുക. അത് നിങ്ങൾ വായിക്കണം. 1 പത്രോസ് 2:21 വാക്യം വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അവർ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു എന്നാണ് 2 പത്രോസ് 1:4 നമ്മൾ വായിക്കുന്നത്. 2 പത്രോസ് 1:4 അവര് ദിവ്യ സ്വഭാവത്തിന് പങ്കാളികൾ. അപ്പോൾ നമ്മൾ കർത്താവിനെ അനുകരിക്കുവാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തെ അനുകരിപ്പിൻ എന്നാണ് നമ്മളോട് വായിക്കുന്നത്. ദൈവത്തെ അനുകരിപ്പിൻ. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തി. അപ്പോൾ നമ്മളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന നിങ്ങൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചോ? നിങ്ങൾക്ക് വീണ്ടും ജനിച്ചെന്നുള്ള ഉറപ്പുണ്ടോ? വീണ്ടും ജനിച്ചെന്നുള്ള അനുഭവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വീണ്ടും ജനിച്ചു എന്ന് ദൈവത്തിന് അറിയാമോ? ഞാനൊരു കാര്യം നിന്നോട് പറയാൻ ആഗ്രഹിക്കുക. വളരെ ആഴമായിട്ടുള്ള കാര്യമാണ്. നീ വീണ്ടും ജനിച്ചെങ്കിൽ 1 താങ്കൾ അറിയണം, 2 ദൈവം അറിയണം, 3 സ്വർഗം അറിയണം, 4 സ്വർഗദൂതന്മാരറിയണം, നിന്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അറിയണം. അങ്ങനെ അറിയുമോ? യഥാർത്ഥ വീണ്ടും ജനനം നടന്നിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇതെല്ലാവരും അറിയുമെന്ന് തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അത് നമുക്ക് വളരെ സംശയാസ്പദമായ ഒരു കാര്യത്തിലേക്ക് മാറും. നമ്മൾ വ്യക്തമായിട്ടത് മനസ്സിലാക്കണം. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അതിനൊരു ചെറിയൊരു ദൃഷ്ടാന്തമായിട്ടൊരു കാര്യം ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ, ഈ പലപ്പോഴും നമ്മൾ പലരോട് സംസാരിക്കുമ്പോൾ അവർ വീണ്ടും ജനിച്ചോ എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ടൊരു ഉത്തരം തരാറില്ല. വീണ്ടും ജനിച്ചെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഞാൻ സ്നാനപ്പെട്ടോ പറയുന്നത്. എന്നാൽ അതും വീണ്ടും ജനനമായിട്ട് ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും ബന്ധമില്ല. വീണ്ടും ജനനം എന്ന ചോദ്യത്തിന് ഉത്തരം സ്നാനപ്പെട്ടു എന്നുള്ളതല്ല. വീണ്ടും ജനിച്ചവർക്ക് സ്നാനം ആവശ്യമാണ്, അത് മറ്റൊരു കാര്യം. എന്നാൽ ആദ്യത്തെ കാര്യം നമ്മൾ വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്. ഈ വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളും അറിയും, ദൈവവും അറിയും. അതിലൊരു ചെറിയൊരു ദൃഷ്ടാന്തം ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം, അത് എല്ലായിടത്തും ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പറയാം. മർക്കോസ് 5-ാം അധ്യായം 25 മുതൽ 34 വരെ വായിക്കുമ്പോൾ, ഒരു 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ തൻ്റെ സമ്പത്ത് മുഴുവനും
വൈദ്യന്മാർക്ക് കൊടുത്ത് മുഴുവനും എല്ലാം നശിപ്പിച്ചു. ഒരാപ്പാടെ വലിയ പരവേശപ്പെട്ടിരിക്കുന്ന ഒരു സമയം. അപ്പോഴാണ് കർത്താവിനെ കുറിച്ച് അവൾ കേൾക്കുന്നത്. അപ്പോൾ ഈ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് അവൾ വിശ്വസിച്ചു. താൻ പോകുന്ന ആ പാതയിൽ താൻ പോയിട്ട് ആ തിരക്കിൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ താൻ തൊട്ടു. തൊട്ട ഉടനെ അവൾക്ക് സൗഖ്യം ലഭിച്ചു. ഈ സൗഖ്യം ലഭിച്ച ഉടനെ തന്നെ അത് കർത്താവ് പറഞ്ഞു. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ മർക്കോസ് 5-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അവൾ സൗഖ്യമായി എന്നറിഞ്ഞു എന്ന്. അവൾക്ക് പൂർണ്ണ വിടുതൽ കിട്ടിയത് അവൾ അറിഞ്ഞു എന്ന്. വളരെ 30-ാം വാക്യത്തിൽ വായിക്കുന്നത് യേശു ഉടനെ അറിഞ്ഞു. തന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടത് യേശു അറിഞ്ഞു. അവിടെ യേശു ചോദിക്കുന്നുണ്ട്, എന്നെ തൊട്ടത് ആർ? അപ്പോൾ അവിടെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഗുരു ഇതെന്തായി പറയുന്നത്? എത്രയോ പേര് നിന്നെ തള്ളുന്നു, ഉന്തുന്നു, ഇതൊക്കെ ചെയ്യുന്നു, പിന്നെ തൊട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാ? എന്നാൽ ആ സ്ത്രീ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് മനസ്സിലായി. അവൾ മുൻപോട്ട് വന്നു. അവൾ തൊട്ടപ്പോഴേ സൗഖ്യം പ്രാപിച്ചത് അവൾ പറഞ്ഞു. ആ കാര്യം നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നു. ഇവിടെ ഞാൻ പറയുന്ന സാരം, വിശ്വാസത്തോടെ വന്ന് തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ച ആ സ്ത്രീ ഞാൻ സൗഖ്യം പ്രാപിച്ചു എന്ന് അറിഞ്ഞു. സൗഖ്യം കൊടുത്ത യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് അറിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ദൈവമക്കളെ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാപക്ഷമയുടെ ആ അനുഭവം നമുക്കുണ്ടാവും. അതില്ലേ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കർത്താവിലായി കഴിയുമ്പോൾ തിരുവചനം പറയുന്നത് എന്തുവാ? 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് സകലവും കഴിഞ്ഞുപോയി, ഇതാ എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്ന അനുഭവം വീണ്ടും ജന്മം. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാതിരിക്കാൻ പറ്റും? നിശ്ചയമായിട്ടും അറിയും. മാത്രമല്ല ഇവിടെ നമുക്ക് വളരെ വിലപിടിപ്പുള്ള ചില സംഭവങ്ങൾ ആ സമയത്ത് നമ്മൾ നടക്കുന്നതായിട്ട് നമ്മളിതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എഹെസ്കേൽ 36-26-27 വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു പുതിയ ഹൃദയം ലഭിക്കുന്നു, നമുക്കൊരു പുതിയ ആത്മാവിനെ ലഭിക്കുന്നു, നമുക്കൊരു പുതിയ മനസ്സ് ലഭിക്കുന്നു, നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കുന്നു. ഇതെല്ലാം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വ്യത്യാസം അനുഭവിച്ചറിയാൻ പറ്റുകയില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മുടേതായിരിക്കുന്ന ആഗ്രഹങ്ങൾ മാറും, നമ്മുടെ പ്രവൃത്തിയിലും സംസാരത്തിലും സമൂലമായൊരു മാറ്റമുണ്ടാകും. അത് വീണ്ടും ജന്മത്തിൽ സംഭവിക്കും. അല്ലാതെ പതുക്കെ 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 മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു കാര്യമല്ല വീണ്ടും ജന്മം. ഇത് നമ്മൾ വ്യക്തമായിട്ടും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ഈ ഒരു അനുഭവം നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തിരുവചനത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ മാനസാന്തരപ്പെട്ട വ്യക്തി അറിഞ്ഞു, ദൈവം അറിഞ്ഞു. കാരണം ദൈവമല്ലേ ഇതൊക്കെ ചെയ്തത്. പിതാവാണ് പുത്രനിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്, പുത്രനാണ് തന്റെ രക്തത്തിൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച്, പരിശുദ്ധാത്മാവാണ് നമ്മളെ ആത്മാവിൽ മുദ്ര ചെയ്ത്. ഈ കാര്യങ്ങളെല്ലാം ഏക ദൈവം ഒരുമിച്ച് കൂടി ചെയ്തത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളും അറിഞ്ഞു, ദൈവവും അറിഞ്ഞു, ഇനി സ്വർഗം അറിയും. അത് കർത്താവിന് സാക്ഷ്യമുണ്ട്. നമുക്കറിയാം. പിന്നെ ഒരു ഉപമകളുടെ അധ്യായമാണല്ലോ ലൂക്കോസ് 15-ാം അധ്യായം. ആ അധ്യായത്തിൽ അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാവും. അപ്പോൾ ഭൂമിയിൽ നടക്കുന്ന മാനസാന്തരത്തിന്റെ സന്തോഷം എവിടെ ഉണ്ടാവും? സ്വർഗത്തിൽ. വീണ്ടും അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷം ഉണ്ടാവും. മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷം ഉണ്ടാവും. വീണ്ടും നമ്മൾ അതിന്റെ 24-ാം വാക്യത്തിൽ വായിക്കുന്നു, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. എല്ലാവരും അറിയും. നോക്കണമേ, ആ മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ എല്ലാവരും അറിഞ്ഞു. നോക്കുക, അത് നമ്മൾ അതിന്റെ 15-24-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഞാനെല്ലാം എടുത്തപ്പോൾ വിശദമായിട്ട് വ്യാഖ്യാനിച്ച് പറയാനകത്ത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നത് മാത്രമേ ഉള്ളൂ.
നമ്മൾ ചിന്തിക്കുക. അപ്പം ഇത് മാത്രമല്ല, ശൈത്താന്യ കോട്ടകൾക്കെല്ലാം മനസ്സിലാവും. കാരണം അറിയോ, നിങ്ങൾ പലപ്പോഴായിട്ട് വചനം കേട്ടിട്ടുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ലോകത്തിൻ്റെ ദൈവം നമ്മൾ 2 കൊരിന്ത്യർ 4-ന്റെ 4-ാം വാക്യത്തിൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്തുവാ? ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി. അപ്പോൾ ഇവനിങ്ങനെ ഇത് പലവട്ടം ചെയ്ത് ഈ സത്യസുവിശേഷം നമുക്ക് പ്രകാശം കിട്ടാതിരിക്കാനായിട്ട് പ്രവർത്തിച്ചതാണ്. എന്നാൽ ദൈവാത്മ സഹായത്താൽ, കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ആ വചനം വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പോൾ പിശാചിൻ്റെ പണിയൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ പിശാച് എന്ത് ചെയ്യുന്നു? ഈ അവൻ്റെ അധീനതയിൽ കിടന്ന വിടുവിക്കപ്പെട്ട ഈ വിശുദ്ധനെതിരെ അവൻ നീക്കങ്ങൾ നടത്തും. അതാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് പലപ്പോഴും പലരും അങ്ങനെയുള്ള പ്രതികൂലത്തിലൊക്കെ ക്ഷീണിതരായി പോകാറില്ല. ക്ഷീണിക്കാൻ പാടില്ല. യഥാർത്ഥ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൽ പ്രതികൂലത്തിൽ ശക്തിപ്പെടുത്തേ ഉള്ളൂ. അതായത് സത്യം. അപ്പം ഞാനൊരു കാര്യം പറയാം. അപ്പം 2 കൊരിന്ത്യർ 4-4 നിങ്ങളത് ബൈബിളെടുത്ത് വായിച്ചു നോക്കണം. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ആ മനസ്സിനെ കുരുടാക്കും വചനം കേൾക്കുമ്പോൾ. ഇത് നമ്മളിൽ പ്രകാശിക്കാതിരിക്കാൻ. എന്നാൽ ദൈവകൃപയാലാണ് നമുക്ക് ഇത് സാധ്യതമാകുന്നത്. അപ്പോൾ എങ്കിലും വീണ്ടും നമ്മളെ അടിമയാക്കുവാൻ അവൻ ശ്രമിക്കും. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, നിങ്ങളിപ്പോൾ സ്വതന്ത്രരാ, ഇനിയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങി നിങ്ങൾ എന്ത് ചെയ്യരുത്? വീണ്ടും അടിമയായി പോകരുത്. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ഈ അടിമനുഖത്തിലേക്ക് വീണ്ടും നിങ്ങൾ പെട്ടുപോകരുത് എന്നൊരു വലിയ മുന്നറിയിപ്പ് തരുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയം മുതൽ നമ്മളൊരു യുദ്ധക്കളത്തിലാണെന്നും നമുക്കെതിരെ ശത്രുവായ പിശാചും അവന്റെ സൈന്യവും നമുക്കെതിരെ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ദൈവമക്കള് ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ നമുക്കറിയാം, ഈ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ ആ പാമ്പിൽ വന്ന് പ്രവർത്തിച്ചത് പിശാച. അവന്റെ ഒരു വാഹനമായി അത് മാറി. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഹവ്വ ചതിക്കപ്പെട്ടു, അല്ലെ വഞ്ചിക്കപ്പെട്ടു എന്ന്. ആദമല്ല. നമ്മൾ 1 തിമോത്തി 2:14 വായിക്കുന്നുണ്ട്. ആദമല്ല, ഹവ്വയത്രേ വഞ്ചിക്കപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാ വഞ്ചിക്കപ്പെട്ടെ? നമ്മൾ ചിന്തിക്കണം. അവളെ ആ വൃക്ഷത്തിന്റെ ആ ഫലത്തിന്റെ മനോഹാരിതയൊക്കെ കാണിച്ചുകൊണ്ട് അതിലേക്ക് അവളെ ആകർഷിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ ആ വാക്യം നിങ്ങളത് വായിക്കണം എങ്കിലും ഞാനിപ്പോൾ ഒന്ന് വായിക്കാം. അപ്പോൾ വായിക്കുന്നത്, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. നോക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാമോ, പിശാചിന്റെ 3 പ്രകാരത്തിലുള്ള വലകൾ, മനുഷ്യനെ കെണിയിൽപ്പെടുത്താനുള്ള വലകൾ എന്തൊക്കെയാണ്? അത് നമ്മൾ 1 യോഹന്നാൻ 2:16 വായിക്കുന്നുണ്ട്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. അപ്പോൾ ഈ 3 വലയിലും ഒരുപോലെ അവ്വായ്പ്പെടുത്തി. കാരണം അവിടെ നമ്മൾ വായിക്കുന്നത് എന്തുവാ? ആ വൃക്ഷഫലം തിന്മാൻ നല്ലത് കണ്ടോ? അപ്പോൾ ജഡമോഹം, കാണുവാൻ ഭംഗിയുള്ളത് കൺമോഹം, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, ജീവനത്തിന്റെ പ്രതാപം. നോക്കണം. ഈ 3 നിലയിലുള്ള പാവത്തിന്റെ വലയിലേക്ക് വല്ലാത്ത നിലയിൽ അവ്വാകപ്പെട്ടു. നോക്കണം. ദൈവമക്കളെ, ഇന്നും ഈ നിലയിൽ എവിടെയെങ്കിലും നമ്മളെ പാവച്ചേറ്റിൽ പെടുത്തുവാനായിട്ടുള്ള ഇങ്ങനെയുള്ള വലകൾ ശത്രു വിരിക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് നല്ല നിലയിലുള്ളൊരു കാഴ്ചപ്പാട് വേണം. കൺമോഹത്തെയും
ജഡമോഹത്തെയും ജീവിതത്തിൻ്റെ പ്രതാപത്തെയും ജയിക്കാൻ തക്കവണ്ണം നമ്മൾ സമർപ്പിതരായിരിക്കണം. ശത്രുവിൻ്റെ വഞ്ചനയെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇവളെ എന്ത് ചെയ്തു? വഞ്ചിച്ചു. അപ്പോൾ വഞ്ചിക്കുന്ന ആ ഒരു വലിയ പാപം അവൻ അവിടെ ഹവ്വായോട് പറഞ്ഞത് ഫോഷ്കായിരുന്നു. നമുക്കറിയാം, ബൈബിളിലെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ പാപം ഫോഷ്കാണ്. ഒന്നാമത്തെ പാപം ലൂസിഫറിന് സംഭവിച്ച നീളമെന്ന പാപത്തെക്കുറിച്ചല്ല, മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പാപം അത് ഫോഷ്ക, കള്ളം. കാരണം അതെവിടെയാ? ഉൽപ്പത്തി 3:4 പിശാച് അവരോട് പറയാണ്, മരിക്കുകയില്ല നിശ്ചയം, നീ തിന്ന ഒരു കുഴപ്പമില്ല, നീ മരിക്കുകയില്ല. അപ്പൊ ദൈവം എന്താ പറഞ്ഞേ? ഉൽപ്പത്തി 2:17 കർത്താവ് ദൈവം പറഞ്ഞിരുന്നു, ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം. അപ്പൊ ദൈവം മരിക്കും എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ പിശാച് വന്ന് കള്ളം പറഞ്ഞു. ഫോഷ്ക്, കള്ളം. അവൻ ഫോഷ്കിന്റെ പിതാവാണെന്ന് അവൻ വന്ന് കള്ളം പറഞ്ഞു. നമ്മൾ ചിന്തിക്കണം, ബൈബിളിലെ ഒന്നാമത്തെ പാപം കള്ളം അല്ലെങ്കിൽ ഫോഷ്കാണെങ്കിൽ ബൈബിളിലെ അവസാനത്തെ പാവവും ഫോഷ്കാണെന്ന്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തില് അതിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 15. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും സ്വർഗമോ അല്ലെങ്കിൽ ദൈവരാജ്യമോ ഇല്ല, അവർ പുറത്താണെന്ന്. അവിടെ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ശബ്ദം ഫോഷ്കിൽ പ്രിയപ്പെടുന്നു പറഞ്ഞ ഫോഷ്ക് അല്ലെങ്കിൽ കള്ളം. നോക്കുക പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് കള്ളം, ഇന്ന് അനേക വിശുദ്ധന്മാരെന്ന് പറയുന്നൊരു കള്ളം പറഞ്ഞാൽ വിശുദ്ധ കള്ളം, അങ്ങനെയാണോ? കള്ളം അറിയോ മക്കളെ? നാം ഒരിക്കലും ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ കള്ളം പറയാൻ പാടില്ല എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ കള്ളം പറയുന്നവർക്കുള്ള ഓഹരിയുണ്ട്, അവർക്ക് ഓഹരി കിട്ടും. എന്താ ഓഹരി? അതേ വെളിപ്പാട് 21:8 വായിക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യിലത്രേ. അത് രണ്ടാമത്തെ മരണം. അതാ രണ്ടാമത്തെ മരണം. അപ്പോൾ ഈ രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ നിത്യമായി ദൈവവുമായിട്ടുള്ള വേർപാട്. പിന്നീട് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഒരു മരണം ശരീരത്തിൽ നിന്നും വേർപെട്ടു. ഇത് വെള്ള സിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധിക്ക് ശേഷം ഇവരെ നിത്യാഗ്നിയിലേക്ക് പറഞ്ഞയക്കും. പിന്നീട് അവർക്ക് ഒരു കാരണവശാലും ദൈവവുമായി ബന്ധപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ ദൈവമക്കളെ, നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മൾ ഈ ചെറിയൊരായുസിൽ നമ്മൾ വീണ്ടും ജനിച്ചോ എന്ന് ഉറപ്പുവരുത്തണം. ആ കാര്യം അങ്ങനെ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ അനുകരിക്കുന്നവരായി മാറണം. അപ്പോൾ ഇന്ന് കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവ് നടന്നതുപോലെ നാം നടക്കണമെന്നാണ് ദൈവവചനം നമ്മളെ ഉപദേശിക്കുന്നത്. നമുക്കത് കഴിയുന്നുണ്ടോ? നമ്മൾ 1 യോഹന്നാൻ 4:17 പാട്ടിൽ അവസാനം വായിക്കുന്നുണ്ട്, അവനായിരുന്നതുപോലെ നാം ഈ ലോകത്തിലായിരിക്കുന്നു. അവനായിരുന്നതുപോലെ. അതുകൊണ്ട് 1 യോഹന്നാൻ 2:6 വായിക്കുന്നത് എന്തുവാ? നാം അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ ആർക്ക് കഴിയും? വീണ്ടും ജനിച്ച, ദൈവത്തിൽ നിന്നും വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന് അത് കഴിയും. കാരണം അവനിൽ ദൈവത്തിൻ്റെ ജീവനുണ്ട്. ദൈവത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ? ആരംഭവും അവസാനമില്ലാത്ത ജീവൻ. മനസ്സിലാക്കണം, നിത്യജീവനാണ്.
എത്ര വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. നമ്മൾ ആ വീണ്ടും ജന്മത്തെ നമ്മൾ ഉറപ്പ് വരുത്തണം. അതാണ് എനിക്ക് ഇന്നത്തെ ഈ സന്ദേശത്തിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ വീണ്ടും ജനിച്ച അനുഭവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിനൊരു പുതിയ സൃഷ്ടിയായി മാറി എന്നുള്ള അനുഭവം നിങ്ങൾക്കുണ്ടോ? അതോ ചില തോന്നലുകൾ വെച്ച് മാത്രം ജീവിക്കുകയാണോ? കൃത്യമായ അനുഭവം നമുക്കുണ്ടായിരിക്കണം. ദൈവം നമ്മുടെ പാപക്കടം നീറ്റി നമ്മളെ സ്വതന്ത്രമാക്കിയ ആ ഒരു അനുഭവം, വീണ്ടും ജനിച്ച അനുഭവം, പാപത്തിന്റെ ഭാരവും പേറി പോയിട്ട് അതിൽ നിന്നും പൂർണ്ണമായും അത് ഒഴിവാക്കി സ്വതന്ത്രമായ ഒരു അനുഭവം അത് നമുക്കുണ്ടോ? ഞാനിപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് തുള്ളുകയാണ്. കാരണം എനിക്ക് 1984 ഏപ്രിൽ മാസം 1 തീയതി രാത്രി 11 മണിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഞാൻ കൈക്കൊണ്ടപ്പോൾ ആ നിമിഷത്തിൽ എനിക്കുണ്ടായ അനുഭവം എത്ര വർണ്ണിച്ചാലും തിരികയില്ല. ഞാൻ ചുമന്നുകൊണ്ടിരുന്ന ആ ഭയങ്കര പാപക്കെട്ടിൽ നിന്നും അകറ്റപ്പെട്ടു. ഞാൻ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു, ദിവ്യ സമാധാനത്താൽ നിറഞ്ഞു. ഞാൻ കർത്താവിനെ സ്തുതിച്ച ആ സ്തുതി ഇപ്പോഴും അതെൻ്റെ ഓർമ്മയാണ്. ഞാൻ എപ്പോഴും ആ സത്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. ദൈവമക്കളെ, അത് ഞാൻ മാത്രമല്ല, ദൈവം അറിഞ്ഞു. ഞാൻ മാത്രമല്ല, ദൈവം മാത്രമല്ല, സ്വർഗവും അറിഞ്ഞു, സ്വർഗദൂതന്മാരറിഞ്ഞു. എന്നോട് കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ സ്നേഹിതന്മാരറിഞ്ഞു. ഞാൻ നാട്ടിൽ കടന്നു വന്നപ്പോൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞു. നാട്ടിലൊക്കെ പെട്ടെന്നത് പാട്ടായി. എത്ര വലിയ കാര്യം! പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമ്മളിൽ ഈ അനുഭവം ഉണ്ടായിരിക്കണം. നമുക്കത് കൃത്യതയോടുകൂടി നമുക്കത് പറയാൻ കഴിയണം. ഞാൻ വീണ്ടും ജനിച്ചു എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ? വഞ്ചിക്കപ്പെടരുതേ. ശത്രു പല നിലകളിലും ഞാനത് ചെയ്ത ഇത് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വഞ്ചിക്കാം. അതിലൂടെ ഒന്നും നമ്മുടെ വീണ്ടും ജനം നടക്കുന്നില്ല. പ്രിയമുള്ളവരെ, വ്യക്തമായിട്ടും സുവിശേഷം കേട്ട് കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകരക്ഷകനേ ഉള്ളൂ, ആ രക്ഷകൻ എനിക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഈ കർത്താവ് എന്നെ ചേർക്കാൻ വേഗം വരും. ഈ യേശു എന്റെ രക്ഷകൻ മാത്രമല്ല, അവിടുന്ന് എന്റെ കർത്താവാണ്. അവിടുത്തെ നമ്മുടെ കർത്താവായിട്ട് ഹൃദയത്തിൽ വിശദീകരിക്കണം. അങ്ങനെ നാം ഓരോ ദിവസവും അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന ആ കാൽച്ചുവടുകളെ നമ്മൾ പിൻപറ്റണം. നമ്മുടെ കഴിവുകൊണ്ട് പറ്റിയല്ല. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവനായി നമ്മിലേക്ക് വരുന്നുവെങ്കിൽ നമുക്കത് സാധ്യമാവും. അങ്ങനെ മാത്രമേ കഴിയൂ. പ്രിയമുള്ളവരെ, ഇത് മറ്റൊരു മനുഷ്യന്റെയും ബുദ്ധി കൊണ്ടോ അവന്റെ കഴിവ് കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ കാര്യത്തിൽ നിങ്ങൾ സംശയ നിവാരണം വരുത്തി ജയാളിയായി ജീവിക്കണം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം. കൈവിടപ്പെടല്ലേ. അത് മാത്രം എൻ്റെ ആഗ്രഹം. കർത്താവ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ തികച്ചും വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെന്ന് ഉറപ്പുവരുത്തി ജീവിക്കുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് വചനം കേട്ട എല്ലാവർക്കും സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.